ഹലോ സ്റ്റുഡൻസ്, എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറഞ്ഞാൽ SSLCയിലെ മാത്സിലെ ചാപ്റ്റർ 1 ആയ അരിത്മെറ്റിക് സീക്വൻസിലെ കുറച്ച് ടെക്സ്റ്റ് ബുക്കിലുള്ള പ്രോബ്ലംസാണ് നമ്മളിന്നിവിടെ സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അപ്പോൾ അരിത്മെറ്റിക് സീക്വൻസിനെ പറ്റി ഡീപ്പായിട്ട് അറിയണമെങ്കിൽ നമുക്ക് ജസ്റ്റ് ബേസിക് ആയിട്ടുള്ള നോളേജ് കൃത്യമായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് അതിനകത്ത് പ്രോബ്ലംസ് സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഒരുപാട് രീതിയിലുള്ള ഓരോ ടെക്സ്റ്റ് ബുക്കിലും ഓരോ ഫോർമുലാസ് ആയിരിക്കും ഉള്ളത്. പക്ഷേ ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ് മനസ്സിലായെങ്കിൽ മാത്രമേ നമുക്ക് പ്രോബ്ലം സോൾവ് ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് നമ്മൾ സോൾവ് ചെയ്യുന്നതിന് കുറച്ച് ബേസിക്കായിട്ട് എന്താണ് അരിത്മെറ്റിക് സീക്വൻസിൻ്റെ ബേസ് എന്ന് പറയുന്നത് കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമുക്ക് ഓരോ പ്രോബ്ലംസിലൂടെ നമുക്ക് മനസ്സിലാക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എന്താണ് അരിത്മെറ്റിക് സീക്വൻസ്? ഇപ്പോൾ നമുക്കൊരു എക്സാമ്പിൾ നോക്കാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻസ് എന്ന് പറഞ്ഞാൽ ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച്. ഇത് ടെക്സ്റ്റ് ബുക്കിലെ പേജ് നമ്പർ 10 ക്വസ്റ്റ്യൻസിൻ്റെ സോൾവ് ചെയ്യുന്ന ക്വസ്റ്റ്യൻസാണിത്. അപ്പോൾ അതിൽ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഈ കാണുന്ന ട്രയാങ്കിൾസിൽ എത്ര ഡോട്ട്സ് ഉണ്ടെന്നാണ്. ഇപ്പോൾ നമുക്ക് കൃത്യമായിട്ട് അറിയാം എത്ര ഡോട്ട്സ് ഉണ്ടെന്ന് നമുക്ക് എണ്ണി നോക്കിയാൽ നമുക്കറിയാം. ഒന്നാമത്തേതിൽ 3 ഡോട്ട്സ് ഉണ്ട്, രണ്ടാമത്തേതിൽ 6 ഡോട്ട്സ് ഉണ്ട്, മൂന്നാമത്തേതിൽ 10 ഡോട്ട്സ് ഉണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ അതല്ല നമുക്ക് കണ്ടുപിടിക്കേണ്ടത്, അതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സീക്വൻസ് ആയിട്ട് എഴുതുന്നതിനെയാണ് നമ്മൾ അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ് ഈ ചാപ്റ്ററിൻ്റെ പേരെന്ന് പറയുന്നത്. അപ്പോൾ ഈ കാണുന്ന ശ്രേണിയാണ് നമ്മൾ സോൾവ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഇപ്പോൾ നമുക്കറിയാം 3, 6, 10 എന്ന് പറയുന്നത് ഇതിൻ്റെ ടേം എന്താണ്, ഇതിൻ്റെ ഫസ്റ്റ് ടേം എന്താണ്, ഇതിൻ്റെ 100ാമത്തെ പദം എന്താണ് എന്നുള്ളതൊക്കെയാണ് ഈ ചാപ്റ്ററിൽ കൂടുതലായിട്ടും പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് പറഞ്ഞത്? ടേം കണ്ടുപിടിക്കുക. അതായത് 25ാമത്തെ ടേം, 100ാമത്തെ ടേം, അല്ലെങ്കിൽ 100ഉം 25നും 100നും ഇടയിലുള്ള സംഖ്യകളുടെ തുക. ഇതാണ് നമ്മൾ ബേസിക്കായിട്ട് അരിത്മെറ്റിക് സീക്വൻസിലൂടെ പഠിക്കുന്നത്. ഓക്കെ, ഇതെങ്ങനെ നമുക്ക് സോൾവ് ചെയ്യാമെന്നുള്ളത് പറയാം. അപ്പോൾ ബേസിക്കായിട്ട് ഇത്രയേ ഉള്ളൂ കാര്യങ്ങൾ. തുക കണ്ടുപിടിക്കുക, അതിൻ്റെ ടേംസ് കണ്ടുപിടിക്കുക, അത് തമ്മിലുള്ള കോമൺ ഡിഫറൻസ് എന്താണ് അത് കണ്ടുപിടിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു ചാപ്റ്ററിൽ ഫുള്ളായിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റുന്ന ഒരു ഈസി ആയിട്ടുള്ളൊരു ചാപ്റ്ററാണ്. 20 മാർക്കിനുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ഇതിൽ നിന്ന് പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഓരോ ഡോട്ട്സുകൾ എന്തൊക്കെയാണെന്ന്. അപ്പോൾ ഇതെങ്ങനെ കണ്ടുപിടിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇതിനൊരു കോമൺ ഡിഫറൻസ് ഉണ്ട്. കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ ഇതാണ് ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത്. ഈ 3 എന്ന് പറയുന്നതാണ് ഒന്നാമത്തെ ടേം, 6 എന്ന് പറയുന്നത് രണ്ടാമത്തെ ടേം, 10 എന്ന് പറയുന്നത് മൂന്നാമത്തെ ടേം. ഇതുപോലെ നമ്മൾ ഇൻഫിനിറ്റി ആയിട്ട് പോകും. ഓക്കെ, ഇതിങ്ങനെ 100, 1000, 2000 അങ്ങനെ എത്ര വേണമെങ്കിലും നമുക്ക് ഇതിനായിട്ട് ഒരു കോമൺ ഡിഫറൻസ് കണ്ടുപിടിച്ചാൽ നമുക്ക് കൃത്യമായിട്ട് എഴുതാനായിട്ട് പറ്റും. അതുപോലെ ഇതിൻ്റെ 25ാമത്തെ ടേം എന്താണെന്നും നമുക്ക് കൃത്യമായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. 100ാമത്തെ ടേം എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. ഇതിൻ്റെ അകത്ത് ഇടയിലുള്ള തുകയും നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് പറ്റും. അതാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് നോക്കാം 3ഉം 6ഉം. ഇതിൻ്റെ കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് രണ്ടാം പദത്തിൽ നിന്ന് ഒന്നാം പദം കുറയ്ക്കുമ്പോഴാണ് നമുക്ക് കോമൺ ഡിഫറൻസ് കിട്ടുന്നത്. ഓക്കെ, കോമൺ ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 6ൽ നിന്ന് 3 കുറയ്ക്കുമ്പോൾ ഇവിടെ വരുന്നത് 3 ആണ്. ഇനി അടുത്ത രണ്ടാമത്തെ ഇത് 10ൽ നിന്ന് 6 കുറയ്ക്കുമ്പോൾ എത്ര വരും? 4 വരും. അപ്പോൾ ഈ രണ്ട് സംഖ്യകളൊന്ന് നോക്കി. ഇതിന് രണ്ടിനും കോമൺ ആയിട്ടൊരു സംഖ്യയല്ല വരുന്നത്, ഒന്ന് ആഡ് ചെയ്താണ് വരുന്നത്. അതായത് 3 വന്നു, 4 വന്നു. അപ്പോൾ അടുത്ത് എന്തായിരിക്കും? 5 ആയിരിക്കും വരുന്നത്. മനസ്സിലായോ? അതായത് ഈ ടൈം 10ൽ നിന്ന് 5 ഓരോന്ന് ആഡ് ചെയ്ത് വന്ന അടുത്ത സംഖ്യ 5ഉം കൂടെ കൂട്ടുമ്പോൾ അടുത്ത ടൈം എന്ന് പറയുന്നത് എന്താവും? 15 ആവും. അങ്ങനെയാണെങ്കിൽ അടുത്ത ടൈം എന്തായിരിക്കും? 5 കഴിഞ്ഞ് എന്താണ് വരുന്നത്? 6 ആഡ് ചെയ്യുമ്പോൾ എന്ത് വരും? അടുത്ത ടൈം എന്ന് പറയുന്നത് 21 ആണ്. വീണ്ടും അടുത്ത ടൈം എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 7. ഒന്നും കൂടെ ആഡ് ചെയ്യും, 28. അപ്പോൾ ഇതാണ് നമ്മൾ കണ്ടുപിടിച്ച അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നിന്ന് ഓരോ ഡോട്ട്സ് കണ്ടുപിടിക്കാൻ മാത്രമല്ല നമ്മൾ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്, ഇതിൻ്റെ സീക്വൻസ് എന്താണെന്നും ഇതിൻ്റെ കൺസെപ്റ്റ് എന്താണെന്നും മനസ്സിലാക്കുക. അപ്പോൾ ഇതിനകത്തുള്ള കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. കോമൺ ഡിഫറൻസ് എന്താണെന്ന് കൃത്യമായിട്ട് കണ്ടുപിടിക്കുക. അതിൽ നിന്ന് നമുക്ക് ആൻസർ കണ്ടുപിടിക്കാനായിട്ട് പറ്റും. ഇതാണ് ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. എല്ലാവർക്കും ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പോൾ റൈറ്റ് ദ ഹൗ മെനി ഡോട്ട്സ് ആർ ദെയർ ഇൻ ഈച്ച് ആൻഡ് റൈറ്റ് ദ അരിത്മെറ്റിക് സീക്വൻസ് എന്നാണ് ക്വസ്റ്റ്യൻസ് പറഞ്ഞിരിക്കുന്നത്. അരിത്മെറ്റിക് സീക്വൻസ് എന്ന് പറയുന്നത് നെക്സ്റ്റ് ട്രയാങ്കിൾസ് എന്ന് പറയുന്നത് 15 ഡോട്ട്സ് ഉണ്ടാവും, 21 ഡോട്ട്സ് ഉണ്ടാവും, 28 ഡോട്ട്സ് ഉണ്ടാവും. ഇതെങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിച്ചത്? കറക്റ്റായിട്ട് ഓരോ അതിൻ്റെ കോമൺ ഡിഫറൻസ് വെച്ചിട്ടാണ് നമ്മൾ കൃത്യമായിട്ട് കണ്ടുപിടിച്ചത്. ഓക്കെ, അപ്പോൾ ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. അടുത്ത ക്വസ്റ്റ്യനും ഇതേപോലെ തന്നെയാണ്, നമ്പർ സീക്വൻസ് കണ്ടുപിടിക്കാനാണ്. അടുത്ത ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. നമ്പർ സീക്വൻസ് എന്തിൻ്റെയാണ്? ഒരു ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ. ട്രയാങ്കിൾ, സ്ക്വയർ, പെൻറ്റഗൺ. ട്രയാങ്കിളിൻ്റെ പ്രത്യേകത എന്താണ്? 3 സൈഡാണുള്ളത്. അതാണ് ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്. സ്ക്വയറിന് എന്താണ് പ്രത്യേകത? 4 സൈഡാണുള്ളത്.
അടുത്ത പെൻറ്റഗൺ എത്ര സൈഡുണ്ട്? 5 സൈഡ്. അതാണ് 3, 4, 5. ഇതൊരു സീക്വൻസായിട്ട് നമ്മൾ എഴുതി. എന്നാൽ നമുക്ക് കണ്ടുപിടിക്കേണ്ടതല്ല. ക്വസ്റ്റ്യൻ വായിച്ച് നോക്കാം. സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് നമുക്ക് കണ്ടുപിടിക്കുക. ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു എക്സാമ്പിൾ ഇപ്പോൾ ഇതൊരു ട്രയാങ്കിളാണെന്ന് വിചാരിക്കുക. ഇതിൻ്റെ ഉൾഭാഗത്ത് വരുന്ന ആംഗിൾസിനെയാണ് നമ്മൾ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ എന്താ കൊടുത്തിരിക്കുന്നത്? സം ഓഫ് ഇന്നർ ആംഗിൾസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിൾസ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഉള്ളിലുള്ള ആംഗിൾസ് ഇപ്പോൾ 60 ആണെങ്കിൽ ഇവിടെ 6 ഇല്ല ഇവിടെയും 60 ആയിരിക്കും. ഇതിൻ്റെ ടോട്ടൽ സം എന്ന് പറഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ഏതിൻ്റെയാണ്? ട്രയാങ്കിളിൻ്റെത്. നേരെ മറിച്ച് സ്ക്വയറിൻ്റെ ആണെങ്കിലും ഈ പറഞ്ഞ പോലെ അതിൻ്റെ ഇന്നർ ആംഗിൾസ് എത്രയാണെന്ന് നോക്കുക. ഇത് നമുക്കറിയാം സ്ക്വയറിൻ്റെത് 90 ഡിഗ്രി ആയിരിക്കും വരുന്നത്. 90, 90, 180, 180 പ്ലസ് മുകളിലും 180 തന്നെ വരും. ടോട്ടൽ വരുന്നത് 360 ഡിഗ്രി. അതുപോലെ നമ്മൾ പെൻറ്റഗണിൻ്റെയും ഒരു സൈഡ് 5 സൈഡ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു 180 കൂടെ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 540 എന്ന് പറഞ്ഞു വരും. ഇതൊരു സീക്വൻസ് ആയിട്ട് എഴുതുക. അത്രയേ ഉള്ളൂ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ ആദ്യം ശ്രദ്ധിക്കുക. ആദ്യം ട്രയാങ്കിൾ, അത് കഴിഞ്ഞ് സ്ക്വയർ, അത് കഴിഞ്ഞ് പെൻറ്റഗൺ. ഇതിൻ്റെ ഇന്നർ ആംഗിൾസ് എത്രയാണോ വരുന്നത് അതൊരു സീക്വൻസ് ആയിട്ട് എഴുതുക. അതാണ് ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്നത്. ഇതിൻ്റെ സമ്മ്. ഓക്കെ, അതായത് ഇന്നർ ആംഗിളിൻ്റെ സമ്മ്. ഇനി അടുത്തത് ഓരോ സമ്മും ഓരോ ഔട്ടർ ഇന്നർ ആംഗിളും ഉണ്ട്, ഔട്ടർ ആംഗിളും ഉണ്ട്. ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ വെളിയിൽ കാണുന്ന ആംഗിളിനാണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. ഈ ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഒരു 360 ഡിഗ്രി ആയിരിക്കും. മനസ്സിലായല്ലോ? ഏതായാലും ശരി, ഔട്ടർ ആംഗിൾ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഓരോ സൈഡ്, ഇപ്പോൾ ട്രയാങ്കിളിനാണെങ്കിൽ 3 സൈഡാണ് വരുന്നെങ്കിൽ ഈ 360നെ നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. ഡിവൈഡ് ചെയ്യുമ്പോൾ 120 എന്ന് കിട്ടും. ഓക്കെ, അടുത്തത് 360നെ നമ്മൾ 4 സൈഡ് വരുന്ന സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ 4 സൈഡ് വരുന്നതിന് അതിൻ്റെ ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. ഇതാണ്ട് ഇതുപോലെ ഉണ്ടോ. ഇനി അടുത്തത് 360 ഡിഗ്രിന് 5 സൈഡാണ് വരുന്നെങ്കിൽ 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുക. പെൻറ്റഗണിൻ്റെ ഓരോ സൈഡ് എന്ന് പറയുന്നതും 72 ഡിഗ്രി ആയിരിക്കും. ഓക്കെ, അപ്പോൾ കോമൺ ആയിട്ട് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആയിരിക്കും. അതിൻ്റെ ഓരോ സൈഡ് എത്രയാണെന്ന് നോക്കുക. ആ സൈഡ് കൊണ്ട് അതിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ കിട്ടും. ഇത് നമ്മളൊരു സീക്വൻസ് ആയിട്ട് എഴുതുക. എത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ക്ലിയർ ആയല്ലോ. ഇതാണ് രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. വളരെ സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യനാണ്. അരിത്മെറ്റിക് സീക്വൻസ് എന്താണെന്ന് മാത്രമാണ് നമ്മൾ ഇതിൻ്റെ അകത്ത് പഠിക്കുന്നത്. ഡീപ്പായിട്ട് നമ്മൾ അടുത്ത പ്രോബ്ലംസ് നമ്മൾ ചെയ്യുമ്പോൾ മനസ്സിലാകും. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് നോക്കാം. റൈറ്റ് ഡൗൺ ദ സീക്വൻസ്. വീണ്ടും അത് തന്നെയാണ്, നാച്ചുറൽ സീക്വൻസ് നമ്പേഴ്സ്. നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1, 2, 3, 4, 5, 6. അതായത് എണ്ണൽ സംഖ്യകൾ. 1, 2, 3, 4, 5, 6. ഇതെല്ലാം എണ്ണൽ സംഖ്യകളാണ്. ഈ എണ്ണൽ സംഖ്യകളിലെ 1 ശിഷ്ടമായിട്ട് വരുന്നതും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നതുമായ സംഖ്യകളുടെ ശ്രേണി എഴുതുക എന്നാണ് ക്വസ്റ്റ്യൻ. അതുപോലെ 2 റിമൈൻഡർ ആയിട്ടും 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ശിഷ്ടം വരുന്നതുമായിട്ടുള്ള ക്വസ്റ്റ്യനാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. നേരത്തെ പറഞ്ഞ പോലെ എത്രയാണ്? 1 എണ്ണൽ സംഖ്യകളുടെ നാച്ചുറൽ നമ്പർ എന്ന് പറഞ്ഞാൽ 1, 3, 4, 5, 6 ഇതൊക്കെയാണ് നാച്ചുറൽ നമ്പേഴ്സ്. അപ്പോൾ ആദ്യം നമുക്ക് 1 തന്നെ എടുക്കാം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കണം. 1 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കുമ്പോൾ ഒന്നാമത്തെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന പോലെ 1 ശിഷ്ടമായിട്ട് വരണം. 1 ശിഷ്ടമായിട്ട് വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ ചെയ്യുന്നത്? ഡിവൈഡ് ചെയ്യാൻ എല്ലാവർക്കും അറിയുമെന്ന് വിചാരിക്കുന്നു. പോയിൻ്റ് ഇടുക. പോയിൻ്റ് ഇടുമ്പോൾ എന്ത് പറ്റും? 0 ഇടാം. 0 ഇട്ട് കഴിഞ്ഞാൽ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 9 ഡിവൈഡഡ് ബൈ 1 എത്ര കിട്ടും? 3. ഇത് നമുക്ക് നോക്കേണ്ട കാര്യമില്ല. നമുക്ക് റിമൈൻഡർ 1 ആയിട്ട് വരികയാണെങ്കിൽ നമുക്ക് ഈ പറഞ്ഞ പോലെ ആൻസർ ശരിയായിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 1 വന്നു. അതാണ് ഈ ഒന്നാമത്തെ ആൻസർ 1 വരുന്നത്. ഇനി അടുത്ത് നമ്മൾ ഇതുപോലെ ചെക്ക് ചെയ്ത് നോക്കണം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്ന സംഖ്യകൾ ഏതൊക്കെയാണെന്ന് നോക്കണം. 2 നമുക്ക് ചെയ്ത് നോക്കാം. 2നെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ നമ്മൾ പോയിൻ്റ് ഇട്ട് കൊടുക്കും. ഇവിടെ ഒരു 0 ഇടും. 18 വന്നു കഴിഞ്ഞാൽ എത്ര റിമൈൻഡർ വരുന്നത്? 2 റിമൈൻഡർ വരും. അപ്പോൾ നമുക്കിത് പറ്റുമോ? ഇല്ല, പറ്റത്തില്ല. അപ്പോൾ അടുത്തതും നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3നെ നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ തന്നെ നമുക്കറിയാം 3 തന്നെയാണ് വരുന്നത്. റിമൈൻഡർ വരത്തില്ല. ഇനി അടുത്ത സംഖ്യ അതുപോലെ നമ്മൾ ചെയ്ത് നോക്കണം. 4 കൊണ്ട് ചെയ്യാം. 3നെ 4 കൊണ്ട് ചെയ്യുമ്പോൾ ഒരു വട്ടം എത്ര വന്നു? ഇതാണ് റിമൈൻഡർ. 1 റിമൈൻഡർ വന്നോ? 1 റിമൈൻഡർ വരുമ്പോൾ അടുത്ത സംഖ്യ എന്ന് പറയുന്നത് 4 ആണ്. അങ്ങനെ നമ്മൾ ഇത് കണക്ക് ഓരോ സംഖ്യകളും ഇതേപോലെ
ഹരിച്ച് നോക്കണം. ഹരിച്ച് നോക്കുമ്പോൾ ശിഷ്ടം 1 വരുന്ന സംഖ്യകൾ ഏതാണോ അതൊരു ശ്രേണിയായിട്ട് എഴുതുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് വരുന്ന സംഖ്യകളാണ് 4, 7, 10, 13. ഓക്കെ, ക്ലിയർ ആയല്ലോ? ഇനി അടുത്ത ക്വസ്റ്റ്യൻ അതുപോലെ തന്നെയാണ്, അതിൻ്റെ കണ്ടിന്യൂസ് ആയിട്ടുള്ള നമ്പർ റിമൈൻഡർ 2 എവിടെയാണ്? ഈ പറഞ്ഞ പോലെ ഇതിൻ്റെ അകത്ത് ഈ കാണുന്ന നമ്പേഴ്സിൽ രണ്ട് ശിഷ്ടം വരുന്നത് ഏതൊക്കെയാണെന്ന് നോക്കുക. 2 ശിഷ്ടം വരുന്നത് ഏതൊക്കെ നമ്പർ ഇതേപോലെ ഹരിച്ച് നോക്കുമ്പോൾ വരുന്ന സംഖ്യകളെന്ന് പറഞ്ഞാൽ 2, 5, 8, 11, 14 വരും. ഫോർ എക്സാമ്പിൾ നമുക്ക് നോക്കാം, 8 എടുത്ത് നോക്കാം. അതായത് ഈ കാണുന്ന 8 എന്ന് പറയുന്നത് എങ്ങനെ വരുന്നതെന്ന് നോക്കാം. നമുക്ക് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്ര വരും? 2, 6, 2. കണ്ടോ? ആണോ? ക്ലിയർ ആയിട്ട് 2 റിമൈൻഡർ വന്നതുണ്ടോ? അപ്പോൾ ഇതേപോലെ ഓരോന്നും ഹരിച്ച് നോക്കുക. ഹരിച്ച് നോക്കിയിട്ട് ഓരോന്നും എണ്ണൽ സംഖ്യ 7, 8, 9 അങ്ങനെ ഓരോന്നും നമ്മൾ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 വരുന്നതാണ് ഈ ശ്രേണി. 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 2 ശിഷ്ടം വരുന്നതാണ് ഒന്നാമത്തെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോഴത്തേക്ക് ഈ പറഞ്ഞ പോലെ ആൻസർ കിട്ടും. അപ്പോൾ എല്ലാവരും ക്ലിയർ ആയല്ലോ? അതുപോലെ ഇതാണ് 3ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇത് ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യനാണ്. ഇതിൻ്റെ സോൾവ് ചെയ്യുന്ന രീതിയാണ് ഞാനിപ്പോൾ പറഞ്ഞു തരുന്നത്. ഓക്കെ, ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് വായിച്ചു നോക്കിയേ. സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1 and 6. നാച്ചുറൽ നമ്പറിൽ 1 and 6 എൻഡ് ചെയ്യുന്നത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അപ്പോൾ എണ്ണൽ സംഖ്യകൾ എഴുതുക. 1, 2, 3, 4, 5, 6, 7. ഇതിലെ നമ്പേഴ്സ് എൻഡിങ് 1 or 6, 1ഉം 6ഉം അവസാനമായിട്ട് വരുന്ന ഏതൊക്കെയായിരിക്കും? അത് നമ്മൾ മനസ്സിൽ നോക്കിയാൽ മതി. 1 വരുന്നത് 1 വരും, 6 വരും. അതുപോലെ 11ൽ എൻഡ് വരുന്നത് കണ്ടോ, 1 വരും. അതുപോലെ 16ൽ 6 അവസാനം വരുന്ന സംഖ്യ 1 അല്ലെങ്കിൽ 6 വരുന്ന ഏതൊക്കെയാണോ അത് സീക്വൻസ് ആയിട്ട് എഴുതുക എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായെങ്കിൽ ഇനിയും ഇതുപോലുള്ള വീഡിയോസ് നമ്മൾ കൂടുതൽ ഇടുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി.